വാഗ്ദത്തമുള്ളവനെ, സ്വപ്നമുള്ളവനെ പൊട്ടക്കിണറ്റിൽ കൊണ്ട് തീർക്കാമെന്ന പദ്ധതി. പക്ഷേ പിശാചേ, പൊട്ടക്കിണറ്റിൽ നീ ഇട്ടാൽ അവിടെ മുതൽ ദൈവത്തിന്റെ ഉള്ള വഴിയിലേക്ക് നീ പോലും അറിയാതെ തമ്പുരാൻ ചലിപ്പിച്ചു തുടങ്ങും. പൊത്തീഫറിന്റെ ഭവനത്തിൽ കൊണ്ട് തീർക്കാൻ പദ്ധതി ഇട്ടാൽ, അത് കാരാഗ്രഹത്തിലേക്കുള്ള പദ്ധതി ഇട്ടാൽ, അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് അന്ന് കണ്ട വാഗ്ദത്ത നിവർത്തി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോകുന്ന ദൈവത്തിന്റെ പൈതൽ ചിലതിന് എവിടെയോ കാരാഗ്രഹത്തിന്റെ നടുവിലാണെന്ന് തോന്നിയാലും, പൊത്തീഫറിന്റെ ഭവനം കൊണ്ട് തീർക്കുമെന്ന് തോന്നിയാലും, അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് എവിടെയോ അന്ന് കണ്ട സ്വപ്നങ്ങളിലേക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അത് നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ. ജോസഫിനോട് ചോദിച്ച, ജോസഫേ, പൊട്ടക്കിണറ്റിൽ കേട്ടപ്പോ നീ ഭയപ്പെട്ടോ? എനിക്ക് ആകെ അറിയാവുന്നത് സ്വപ്നം മാത്രമാണ്, ആകെ അറിയാവുന്നത് ദർശനം. പൊട്ടക്കിണറ്റിൽ പോകുമ്പോ, ഞാൻ ചെയ്യാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ അപമാനിതനാകുമ്പോ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാകുമ്പോ, ഞാൻ കാരാഗ്രഹത്തിൽ പോയപ്പോ വാവിട്ട് കരഞ്ഞു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ സഹോദരങ്ങൾ എന്റെ മുമ്പിൽ വന്ന് അവരെ തന്നെ വെളിപ്പെടുത്തി. അന്ന് കണ്ട ദർശനത്തെ, സ്വപ്നത്തെ ഓർത്തിട്ട് തന്നെത്താൻ അടക്കാൻ നിവൃത്തിയില്ലാതെ പുറത്തുപോയി വാവിട്ട് കരഞ്ഞത് അത് കാരാഗ്രഹത്തിലെ കരച്ചിലല്ല, അത് പൊട്ടക്കിണറ്റിൽ കിടന്ന കരച്ചിലല്ല, അത് വാഗ്ദത്ത നിവർത്തി കണ്ടിട്ടുള്ള അങ്ങനെയുള്ള ദൈവപ്രവൃത്തി കണ്ടിട്ട് ഈ പട്ടണത്തിൽ, ഈ സാഹചര്യങ്ങളുടെ നടുവിൽ നാളുകളായി നീ വാവിട്ട് കരഞ്ഞെങ്കിൽ ഇനി അങ്ങനെയുള്ള കരച്ചിലുകളല്ല, പൊട്ടക്കിണറ്റിലെ കരച്ചിലുകൾ നിന്നു. കാരാഗ്രഹത്തിലെ കരച്ചിലുകൾക്ക് വിട പറയാം. ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ള കരച്ചിലുകളിലേക്ക്